ഇതാണ് പാകിസ്ഥാന്റെ പ്രകോപന ശ്രമങ്ങൾക്ക് തുടർച്ചയായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുകയാണ്, ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് ഇന്ത്യൻ സേനകൾ. ഇന്ന് സൈന്യത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. സംയുക്ത വാർത്താ സമ്മേളനം രാവിലെ 10 മണിക്കുണ്ട്. പ്രതിരോധ മന്ത്രി വിദേശകാര്യമന്ത്രിയും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും. ശ്രീജിത്ത് ബാലകൃഷ്ണനാണുള്ളത് വിവരങ്ങൾ നൽകാൻ. ശ്രീജിത്ത്, ഇന്നത്തെ ഈ വാർത്താ സമ്മേളനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ നമുക്ക് വാർത്താ സമ്മേളനത്തിൽ പ്രതീക്ഷിക്കാം? ഏതെല്ലാം മേധാവിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം? അരുണ്യ, ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ വാർത്താ സമ്മേളനമായിരിക്കും ഇത്. കാരണം ഈ സംഘർഷം ഇത്രയും രൂക്ഷമായതിനു ശേഷം ഒരുപക്ഷെ സൈനിക തലത്തിലുള്ള വാർത്താ സമ്മേളനങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. വിക്രം മിശ്രയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും പിന്നീട് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും ചേർന്നുള്ള വാർത്താ സമ്മേളനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത്. പക്ഷേ ഇന്നൊരു പക്ഷേ ഒരു പടി കൂടി കടന്ന് വിദേശകാര്യ പ്രതിരോധ മന്ത്രിമാർ വാർത്താ സമ്മേളനത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് കാര്യങ്ങൾ കുറച്ചും കൂടി തീവ്രമാകുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ആയിട്ട് വേണം കാണാൻ. കാരണം ഒരുപക്ഷെ സൈന്യത്തിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ രാജ്യത്തോട് വിശദീകരിക്കാൻ മന്ത്രിമാർ തയ്യാറാകുന്നു, അല്ലെങ്കിൽ സർക്കാർ തന്നെ നേരിട്ട് തയ്യാറാകുന്നു എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, ഇന്നലെ ഉണ്ടായ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്നലെ മുഴുവൻ ഉണ്ടായത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ ആക്രമണം ശ്രീനഗർ വിമാനത്താവളം തകർക്കാനുള്ള ശ്രമം ഇന്ത്യ തടയുന്നു, ഇന്ത്യ തകർക്കുന്നു. അതിനുശേഷം ജമ്മു കാശ്മീരിൽ നിന്നും പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിൽ, അതായത് 5 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും അതിർത്തി കടന്ന് ഡ്രോൺ ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തുനിഞ്ഞത്, അല്ലെങ്കിൽ പാകിസ്ഥാൻ തയ്യാറായത്. അതിനുശേഷം ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്കും ഒരുപക്ഷെ ജമ്മു കാശ്മീരിലെ രാജസ്ഥാനിലെ ബലാക്കോട്ടിലും ജമ്മു കാശ്മീരിലെ ഉധംപൂരിലുമെല്ലാം, അതോടൊപ്പം തന്നെ പത്താൻകോട്ടിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളൊക്കെ ഇന്ത്യൻ സൈന്യം വളരെ തന്ത്രപരമായി തകർക്കുകയാണ്, അല്ലെങ്കിൽ നിർവീര്യമാക്കുകയാണ്. അതുമാത്രമല്ല, ഇന്നലെ രാത്രി മുതൽ രാജ്യത്തെ വിവിധ വിമാനത്താവളങ്ങൾ, അതായത് ഏതാണ്ട് 17ഓളം വിമാനത്താവളങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അടച്ചിടാൻ തീരുമാനമായിരുന്നു. അതോടൊപ്പം തന്നെ 12 വിമാനത്താവളങ്ങൾ കൂടി അടച്ചിടുകയാണ്. അത് ഈ മാസം 14 വരെയാണ് അടച്ചിടുന്നത്. അതിർത്തിയിലെ വ്യോമപാത പൂർണ്ണമായും അടച്ചിടുന്നതിനപ്പുറത്തേക്ക് തന്ത്രപരമായ രീതിയിൽ അതിൻ്റെ സമയക്രമം തന്നെ മാറ്റുന്നതിലേക്ക് ആണ് കേന്ദ്രം ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ഉണ്ടായ ഡ്രോൺ ആക്രമണമാണ്. ആദ്യ മണിക്കൂറുകളിൽ ആയുധമില്ലാതെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈനിക മേഖലകളിൽ, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ പരീക്ഷണം നടത്തിയ എല്ലാ ഡ്രോണുകളെയും ഇന്ത്യൻ സൈന്യം വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ആയുധങ്ങളുമായാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകൾ ഇന്ത്യൻ അതിർത്തി കടന്നെത്തിയത്. അങ്ങനെ ഒന്നാണ് ഫിറോസ്പൂരിൽ വെടിവെച്ചിടുമ്പോൾ ആ ആയുധം തകർന്നു വീണാണ് 3 പേർക്ക് പരിക്കേൽക്കുന്നത്. അങ്ങനെ ഫിറോസ്പൂരിലും അതോടൊപ്പം തന്നെ ജയ്സാൽമീരിലും പഞ്ചാബിലെ അമൃത്സറിലും എല്ലാം കടുത്ത ജാഗ്രതാ നിർദ്ദേശം, സൈറണുകൾ മുഴങ്ങുന്നു. അതിനുശേഷം എല്ലായിടത്തും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുന്നു. ആ ബ്ലാക്ക് ഔട്ട് ഒരുപക്ഷെ പാകിസ്ഥാനെ വല്ലാതെ പാകിസ്ഥാൻ്റെ ആക്രമണത്തെ തടയുന്നതിൽ ആ ബ്ലാക്ക് ഔട്ട് നിദാനമായി. അതിനുശേഷമാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗർ വിമാനത്താവളത്തിലേക്ക് ഡ്രോൺ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നത്. അതും ആ പാകിസ്ഥാൻ്റെ ആക്രമണ ശ്രമവും ഇന്ത്യൻ സൈന്യം തടയുന്നു, അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നു. ആ രൂപത്തിൽ വലിയ വിജയം പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ ഇന്ത്യൻ സൈന്യം നടത്തുന്നു. ഒപ്പം തന്നെ പാകിസ്ഥാൻ അവരാൽ കഴിയാവുന്ന രീതിയിൽ പൂഞ്ചിലും രജൌരിയിലും അവന്തിപ്പോരയിലും ഒക്കെ ഷെല്ലാക്രമണവും, അതിനുശേഷം തന്നെ അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണത്തിനൊപ്പം തന്നെ ഡ്രോൺ ആക്രമണവും നടത്തുകയാണ്. അങ്ങനെ വലിയ സ്ഫോടനങ്ങൾ ജമ്മു കാശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു. ഈ സ്ഫോടനങ്ങളെല്ലാം ഒരുപക്ഷെ ഡ്രോൺ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വെടിവെച്ചിടുന്ന ഡ്രോണുകളിലെ ആയുധങ്ങൾ പൊട്ടിത്തെറിച്ച് ഒരുപക്ഷെ ഉണ്ടാകുന്നതാണെന്നാണ് ഇപ്പോൾ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ സ്ഫോടനങ്ങൾ ജമ്മുവിലും അമൃത്സറിലും ഫിറോസ്പൂരിലും എല്ലാം ഉണ്ടാകുന്നു. ഗുജറാത്തിൽ ഏതാണ്ട് 12ഓളം ഡ്രോൺ ആക്രമണങ്ങളാണ് ഇന്നലെ രാത്രിയിൽ ഗുജറാത്തിൽ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കുന്നത്. രാജസ്ഥാനിലും സമാനമായ സാഹചര്യമാണ് ഉണ്ടായത്. ജയ്സാൽമീരിലെല്ലാം വലിയ ജാഗ്രതയാണ് ഇന്ത്യൻ സൈന്യം പുലർത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ജയ്സാൽമീരിലേക്കോ ജയ്പൂരിലേക്കോ ഒക്കെ ഒന്നും പാകിസ്ഥാൻ്റെ ഡ്രോണുകൾക്ക് കടന്നു കയറാൻ കഴിഞ്ഞില്ല. നേരെ മറിച്ച് പഞ്ചാബിൽ, കുറച്ചും കൂടി പാകിസ്ഥാൻ്റെ അതിർത്തിയോട് ചേർന്ന് വരുന്ന പഞ്ചാബിലാണ് പാകിസ്ഥാൻ ഒരു പരിധിവരെ അതിർത്തി കടക്കാൻ കഴിഞ്ഞത്. ആ അതിർത്തി കടന്ന ഡ്രോണുകളെല്ലാം ഇന്ത്യൻ സൈന്യം പൂർണ്ണമായും നിർവീര്യമാക്കുകയും ചെയ്തു. എന്തായാലും വലിയ രൂപത്തിലുള്ള പാകിസ്ഥാൻ ഡ്രോണുകളെ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കുമ്പോൾ, ഇല്ലാതാക്കുമ്പോൾ, തകർക്കുമ്പോൾ അത് ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് വലിയ വിജയമായി വേണം കാണാൻ. ഒപ്പം സമാനമായ അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാൻ മറ്റൊരു തരത്തിൽ, അതായത് ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ അതിർത്തി കടന്ന് ആക്രമണം തുടരുമ്പോൾ പാകിസ്ഥാൻ്റെ അതിർത്തി മേഖലകളിൽ ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. അതും
അതും ഒരേ സമയം തന്നെ പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി നേരിടുമ്പോൾ തന്നെ ബലൂചിസ്ഥാൻ ആർമിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തിരിച്ചടി അല്ലെങ്കിൽ പ്രത്യാക്രമണത്തെ പാകിസ്ഥാന് നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇത് സമാനമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ മറ്റ് തലത്തിലേക്ക് കൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഇന്നലെ സൗദി മന്ത്രിമാരുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തുന്നു. അതേ അവസ്ഥയിൽ തന്നെ പാകിസ്ഥാൻ IMF-ൽ നിന്നും ആവശ്യപ്പെട്ട വായ്പ പാകിസ്ഥാന് ലഭ്യമായതായി പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നു. മറ്റൊരു തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഡ്രോൺ ആക്രമണങ്ങൾ തുടരുമ്പോഴും ഇന്ത്യയുടെ തിരിച്ചടിയെ നേരിടുമ്പോഴും ഇന്ത്യൻ തിരിച്ചടിയിൽ ഭയന്നു നിൽക്കുമ്പോഴും പാകിസ്ഥാൻ മറ്റു തലത്തിലുള്ള നയതന്ത്ര ശ്രമവും സാമ്പത്തിക സഹായം തേടുന്നതടക്കം പാകിസ്ഥാൻ മറ്റു രൂപത്തിൽ കൂടി കാര്യങ്ങൾ ആലോചിക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നത് പാകിസ്ഥാൻ ഇന്ത്യ നടത്തിയ തിരിച്ചടിക്ക്, അതായത് കഴിഞ്ഞ ബുധനാഴ്ച ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് മറുപടി നൽകുന്നതുവരെ ഈ ആക്രമണം തുടരുമെന്നാണ് പാകിസ്ഥാൻ, അങ്ങനെ തുടരും എന്ന രൂപത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് എന്നാണ് ഇന്നലെ അൽ ജസീറ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അൽ ജസീറയുടെ റിപ്പോർട്ട് നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഇനിയും തുടർന്നും വരും മണിക്കൂറുകളിലും ആക്രമണത്തിന് തയ്യാറാകും. പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടിയെ പാകിസ്ഥാൻ വല്ലാതെ ഭയക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ്റെ തന്ത്രപ്രധാന മേഖലകളിലേക്ക് കടന്നു കയറുന്നുണ്ടോ അല്ലെങ്കിൽ കടന്നു കയറുമോ എന്ന രൂപത്തിൽ പാകിസ്ഥാൻ ആശങ്കയുണ്ട്, പാകിസ്ഥാന് ഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. അതിർത്തി കടന്ന് വലിയ രൂപത്തിൽ സൈനിക നീക്കത്തിന് പാകിസ്ഥാൻ തയ്യാറാവുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കടുത്ത തിരിച്ചടിയും കടുത്ത പ്രത്യാക്രമണവും ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ അറിയാം. പാകിസ്ഥാൻ്റെ ഒരു മുൻ അനുഭവം അങ്ങനെ തന്നെയാണ്. കാരണം കാർഗിലിൽ അതിർത്തി നുഴഞ്ഞു കയറിയ പാകിസ്ഥാനെ ആദ്യം ഇന്ത്യ പ്രതിരോധിക്കുന്നു, പിന്നീട് ഇന്ത്യ കടുത്ത തിരിച്ചടിയിലേക്കും പാകിസ്ഥാൻ്റെ മേഖലകളിലേക്ക് കടന്നു കയറുന്നതിനെക്കുറിച്ചുമാണ് ഇന്ത്യ ആലോചിക്കുകയും ഇന്ത്യ തയ്യാറാകുകയും ചെയ്ത്. അങ്ങനൊരു സാധ്യത പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഈ രൂപത്തിൽ തന്നെ പോയി പിന്നീട് പിൻവാങ്ങുന്ന അവസ്ഥയിലേക്കായിരിക്കും പാകിസ്ഥാൻ ആലോചിക്കുക. എന്തായാലും കശ്മീരിലെ ബാരാമുള്ള മുതൽ കശ്മീരിലെ ബാരാമുള്ള മാത്രമല്ല, ബാരാമുള്ളയിലും പൂഞ്ചിലും അവന്തിപ്പോരയിലും നൌഷേരയിലും ഒക്കെ കടുത്ത ആക്രമണത്തിനാണ് പാകിസ്ഥാൻ തയ്യാറായത്. അത് ഷെല്ലാക്രമണം ഉണ്ടായി, പിന്നീട് ഡ്രോൺ ആക്രമണം ഉണ്ടായി. അതിനുശേഷം അതോടൊപ്പം തന്നെ സമാനമായ അതേ അവസ്ഥയിൽ കശ്മീരിലെ വിവിധ മേഖലകളിൽ ശ്രീനഗറിലടക്കം വലിയ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറാകുമ്പോൾ അതേ അവസ്ഥയിൽ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് ഇന്ത്യ തിരിച്ചടി നൽകുന്നു. അത് ഒരുപക്ഷെ റാവൽപിണ്ടിയിലേക്കോ ഇസ്ലാമാബാദിലേക്കോ ഒക്കെ വേണമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് കടന്നു കയറി ആക്രമണം നടത്താനുള്ള സാഹചര്യം ഇപ്പോഴുണ്ട്. പക്ഷേ ഇന്ത്യ ഇതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിർത്തിയിൽ പാകിസ്ഥാനെ പ്രതിരോധിക്കുകയാണ് ഇന്ത്യ ചെയ്യുന്നത്. നേരെ മറിച്ച് പാകിസ്ഥാൻ ഇന്ത്യയുടെ ജനവാസ മേഖലകളിലേക്ക് ഡ്രോൺ ആക്രമണത്തിന് തയ്യാറാകുന്നു. ഡ്രോണിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഡ്രോണാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. അത് അങ്ങനെ ഒന്നാണ് ഇന്ത്യയിലെ പഞ്ചാബിലെ ഫിറോസ്പൂരിൽ ഇന്നലെ ജനവാസ മേഖലയിൽ വീഴുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്. 3 പേർക്ക് പരിക്കേൽക്കുന്നു. ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒപ്പം രാജസ്ഥാനിലെ ജയ്സാൽമീരിലാണ്. ഒരുപക്ഷെ ജയ്സാൽമീർ ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖല, സൈനിക മേഖല എന്നതുകൊണ്ടായിരിക്കാം ജയ്സാൽമീറിനെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഗുജറാത്തിലെ ഭുജിലെ നോർത്തിലെയും സൗത്തിലെയും കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ ആക്രമണത്തിന് പാകിസ്ഥാൻ തയ്യാറെടുത്തിരുന്നു. ആ ആക്രമണത്തെയും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10 മണിക്ക് പ്രതിരോധ മന്ത്രിക്കൊപ്പം വിദേശകാര്യമന്ത്രിയും മാധ്യമങ്ങളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഉന്നതതലത്തിലുള്ള യോഗത്തിന് ശേഷമുള്ള മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായേക്കും. കാരണം കഴിഞ്ഞ 4 ദിവസമായി, ഏതാണ്ട് 4 ദിവസത്തിലേറെയായി ഇന്ത്യ പാകിസ്ഥാൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ നേരിടുകയാണ്, പ്രതിരോധിക്കുകയാണ്. അതിനപ്പുറത്ത് അത് മാത്രവുമല്ല, അതിർത്തി കടന്നുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ കൂടി പാകിസ്ഥാൻ തയ്യാറാകുന്നു. അത് പ്രത്യേകിച്ചും ശ്രീനഗർ, ജയ്സാൽമീർ, അതോടൊപ്പം തന്നെ ഭുജ്. അതുമാത്രമല്ല, തുടർച്ചയായി വർഷങ്ങളായി പാകിസ്ഥാൻ ആക്രമണം നടത്തുന്ന കശ്മീരിൻ്റെ വിവിധ മേഖലകളിൽ, ഇവിടെയെല്ലാം ഈ ഒരു രാജ്യം പൂർണ്ണമായും, ഏതാണ്ട് 5 സംസ്ഥാനങ്ങൾ പൂർണ്ണമായും പാകിസ്ഥാൻ്റെ ആക്രമണത്തെ 4 ദിവസമായി തുടർച്ചയായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. അതുകൊണ്ട് തന്നെ ആ അന്തരീക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യൻ സൈന്യം അത് കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചയുടെ തുടർച്ച എന്ന രൂപത്തിലായിരിക്കും മാധ്യമങ്ങളെ കാണുമ്പോൾ മന്ത്രിമാർ വിശദീകരിക്കുക. അത് ഇന്ത്യ നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യ നൽകാൻ പോകുന്ന തിരിച്ചടിയെക്കുറിച്ചും ഒരുപക്ഷെ മന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിമാരായിരുന്നു, അല്ലെങ്കിൽ മന്ത്രിമാർക്ക് പകരം സൈനിക ഉദ്യോഗസ്ഥരായിരുന്നു മാധ്യമങ്ങളെ കാണുകയും സൈന്യത്തിൻ്റെ രീതികൾ വിശദീകരിക്കുകയും ചെയ്തത്, അല്ലെങ്കിൽ സൈന്യമെടുത്ത നടപടികൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നൊരു പക്ഷേ അതിനപ്പുറത്തേക്ക് കുറച്ചും കൂടി വലിയ രൂപത്തിലേക്ക്, വലിയ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് രാജ്യം പോകുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിമാർ നേരിട്ട് മാധ്യമങ്ങളെ കാണുന്നു. സൈന്യമല്ല,
സർക്കാർ തന്നെ നേരിട്ട് ജനങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നു. വലിയ രൂപത്തിൽ ഇന്ത്യ ഒരു തിരിച്ചടിക്ക് തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോൾ നടത്തുന്ന പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഇന്ത്യ ഇപ്പോൾ സാധാരണഗതിയിലൊരു അതിർത്തി കടന്നുള്ള ആക്രമണത്തിനൊന്നും തയ്യാറായിട്ടില്ല. വെറും പ്രതിരോധം മാത്രമാണ്. ആ പ്രതിരോധത്തിൽ തന്നെ പാകിസ്ഥാൻ്റെ എല്ലാ ആക്രമണങ്ങളെയും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് കഴിയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ, പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തുന്ന ഈ വലിയ ആക്രമണത്തെ നിയന്ത്രിക്കാൻ ഇന്ത്യൻ സൈന്യം തയ്യാറാകുന്നുണ്ടോ, അല്ലെങ്കിൽ സംയുക്ത സൈനിക നീക്കം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്ന കാര്യത്തിലായിരിക്കും ഒരുപക്ഷെ ഈ മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരണം ഉണ്ടാകുക. എന്തായാലും സേനകൾ കടുത്ത ജാഗ്രതയിലാണ്. ഇന്ത്യയുടെ തിരിച്ചടി അതിശക്തമാണ്. പാകിസ്ഥാൻ നടത്തുന്ന എല്ലാ ആക്രമണങ്ങളെയും നേരിടാനും നിർവീര്യമാക്കാനും തകർക്കാനും ഇന്ത്യക്ക് കഴിയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതുമാത്രമല്ല, ഇന്ത്യ കടുത്ത വ്യോമാക്രമണത്തിന് അല്ലെങ്കിൽ വൈമാനിക ആക്രമണത്തിന് ഇന്ത്യ തയ്യാറാകുകയാണ് എങ്കിൽ അതിനെ നേരിടാൻ പാകിസ്ഥാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വ്യോമപാത പൂർണ്ണമായി അടച്ചിരിക്കുന്നു. ഇന്നലെ വ്യോമപാത ഭാഗികമായി തുറക്കുകയും അതുവഴി യാത്രാ വിമാനങ്ങളുടെ മറവിലാണ് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറായത്. അത് ഇന്ന് നേരം പുലരുമ്പോഴേക്കും ആ രൂപത്തിലുള്ള ആക്രമണത്തിൽ നിന്നും പാകിസ്ഥാൻ പിൻവാങ്ങുന്നു. കാരണം അതും പരാജയപ്പെട്ടു എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആദ്യം യാത്രാ വിമാനങ്ങളുടെ മറവിൽ ഡ്രോണുകൾ അയക്കുമ്പോൾ ഇന്ത്യ യാത്രാ വിമാനങ്ങളെ ലക്ഷ്യമിടുകയാണെങ്കിൽ, ആ യാത്രാ വിമാനങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിരുന്നു പാകിസ്ഥാൻ ഇന്നലെ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ആ തന്ത്രവും പാടുന്നു. അതിനെയും ഇന്ത്യൻ സൈന്യം തന്ത്രപരമായി വളരെ ഭംഗിയായി നിർവീര്യമാക്കുന്നു, തടയുന്നു, തടസ്സപ്പെടുത്തുന്നു, പ്രതിരോധിക്കുന്നു. അതുകൊണ്ട് ഇന്ന് മറ്റൊരു രീതിയിലേക്ക്, മറ്റ് ആലോചനകളിലേക്കായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ പോകുന്നത്. ജമ്മുവിലും രജൌരിയിലും ഒക്കെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഡ്രോണുകളിൽ നിന്നുള്ള ആയുധങ്ങൾ പതിച്ചായിരിക്കാം ഒരുപക്ഷെ ഈ ജമ്മുവിലും രജൌരിയിലും ഉധംപൂരിലും ഒക്കെ വലിയ സ്ഫോടനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്നത്. അത് ഒരുപക്ഷെ അതിനെയും ഇന്ത്യക്ക് തടയേണ്ടതുണ്ട്. കാരണം ഈ ദിവസങ്ങളിൽ ഇന്ത്യ നേരിടാനുള്ളത് ഇത്തരം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം നീക്കങ്ങളെയാണ്. ഇത്തരം നീക്കങ്ങൾ, അതായത് ജനവാസ മേഖലകളിലേക്കാണ് ഈ ഡ്രോണുകൾ തൊടുക്കുന്നതെങ്കിൽ അത് ആളുകളെ വലിയ അപകടത്തിലേക്ക് നയിക്കും. ഇന്ത്യക്കകത്ത് വലിയ നാശനഷ്ടം ഉണ്ടാകുമെന്ന് ഇന്ത്യൻ സൈന്യത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് വരുന്ന ഡ്രോണുകളെ എങ്ങനെയാണ് നേരിടണം എന്ന കാര്യം കൂടി സൈന്യം വളരെ ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായി ആ സൈന്യം നടത്തുന്ന നിർണായകമായ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമായി അതിർത്തി മേഖലയിലുള്ള ആളുകളെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നു. ആ ആളുകളെ ബങ്കറുകളിലേക്കും മറ്റു സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കും ഇന്നലെ രാത്രി തന്നെ, അതായത് ഗുജറാത്തിലെ ഭുജ് മുതൽ കശ്മീരിലെ രജൌരി അല്ലെങ്കിൽ അനന്ത്നാഗ് വരെയുള്ള മേഖലകൾ, ഈ അതിർത്തി അല്ലെങ്കിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് വരുന്ന മേഖലകളിൽ ആളുകളെ പൂർണ്ണമായും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ വലിയ പ്രാധാന്യം നൽകിയിരുന്നതും. വലിയ രൂപത്തിലുള്ള ബങ്കറുകളിലേക്ക് ആളുകളെ മാറ്റാൻ കൂടി ഇന്ത്യൻ സൈന്യം തയ്യാറായി. രണ്ട് തരത്തിലുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഇന്ത്യൻ സൈന്യം ആ രൂപത്തിൽ ഏറ്റെടുക്കുകയും നടത്തുകയും ചെയ്തത്. ഒന്ന്, പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കുക. ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക മാത്രമല്ല, ആയുധങ്ങളെയും ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ കൂടി ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞു. അത് വലിയ നേട്ടമായി തന്നെയാണ്, വലിയ വിജയമായി തന്നെയാണ് ഇന്ത്യൻ സൈന്യം കാണുന്നത്. അതുമാത്രമല്ല, അതോടൊപ്പം തന്നെ ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കൂടി ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അതൊരു വലിയ വിജയം തന്നെയാണ്. ഒരു പക്ഷേ ഒരു യുദ്ധപ്രഖ്യാപനം ഇന്ത്യ നടത്താതെ തന്നെ, ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോകാതെ തന്നെ സാധാരണ ഒരു അയൽ രാജ്യത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കുമ്പോൾ തന്നെ ഏറെക്കുറെ വിജയം നേടാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. ഒരു പക്ഷേ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ, സാധാരണഗതിയിൽ ഇങ്ങനെയാണെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് പൂർണ്ണമായും വലിയ രൂപത്തിലുള്ള മേൽക്കൈ ഇപ്പോൾ തന്നെ നേടിയ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായും പാകിസ്ഥാൻ തോറ്റ് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. കാരണം ഇന്നലെ നടന്നത് മുഴുവൻ അങ്ങനെയാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടായ എല്ലാ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനും തകർക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ വിജയമായിട്ട് വേണം, ഇന്ത്യൻ സൈന്യത്തിന് വലിയ വിജയമായിട്ട് വേണം കാണാൻ. മറ്റൊരു കാര്യം കൂടി, പാകിസ്ഥാൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ഫത്താ മിസൈലുകൾ. നമുക്കറിയാം, ഫത്താ മിസൈലുകളുടെ ആയുധശേഷിയും അതിൻ്റെ യാത്രാ ദൂരവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഫത്താ മിസൈലുകൾ ഫത്താ 1 ഇന്ത്യ വെടിവെച്ചിട്ടു എന്നൊരു വാർത്ത കൂടിയാണ്. അതിനൊപ്പം തന്നെ പാകിസ്ഥാനിൽ യുദ്ധസമാനമായ അന്തരീക്ഷം അതിർത്തിയിൽ നടക്കുമ്പോൾ പാകിസ്ഥാനുള്ളിൽ 3 സ്ഫോടനം നടന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അത് പാകിസ്ഥാൻ്റെ സൈനിക ബേസുകളിലാണ്, സൈനിക ക്യാമ്പുകളിലാണ്. ഒന്ന് നൂർഖാൻ, മറ്റൊന്ന് മുരിദ്, മൂന്നാമത്തൊന്ന് റഫീഖി. അങ്ങനെ 3, അതായത് നൂർഖാൻ, മുരിദ്, റഫീഖി എന്നീ 3 സൈനിക ക്യാമ്പുകളിൽ സ്ഫോടനം നടന്നു എന്നൊരു വിവരം കൂടി, എന്നൊരു വാർത്ത കൂടിയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്.
ഇന്നലെ ശ്രീനഗറിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശേഷം പിന്നീട് 4 തവണയാണ് സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതൊരു പക്ഷേ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ആ ഡ്രോണുകളിൽ ആയുധമുണ്ടായിരുന്നുവെങ്കിൽ ആ ആയുധങ്ങൾ തകർന്നു വീണ് പൊട്ടിത്തെറിച്ച് ആയിരിക്കാം അത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാവുക. ശ്രീനഗറിൽ തുടർച്ചയായി സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പ്രദേശവാസികൾ നാട്ടുകാർ സൈന്യത്തെ അറിയിക്കുന്നത്. അതൊരു പക്ഷേ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൻ്റെ തുടർച്ച എന്ന് വേണം, അല്ലെങ്കിൽ ആ ഡ്രോൺ ആക്രമണത്തെ സൈന്യം നിർവീര്യമാക്കുമ്പോൾ സംഭവിക്കുന്നതായിരിക്കാമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ ശ്രീനഗറിൽ മാത്രമല്ല, കശ്മീരിലെ പൂഞ്ചിൽ, പലൻവാല മേഖലയിൽ എല്ലാം ആ മേഖലകളിലെല്ലാം പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ എല്ലാ ഡ്രോണുകളെയും നിർവീര്യമാക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിയുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇത്തരം സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് നാം മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ ഫിറോസ്പൂരിൽ സ്ഫോടനമുണ്ടായത് ഡ്രോൺ ആക്രമണത്തിന് ശേഷമായിരുന്നു. ഡ്രോൺ ആക്രമണത്തെ ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കുമ്പോഴാണ് ആ സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനത്തിലാണ് ഇന്നലെ ഇന്ത്യയിൽ നിന്നുള്ള ഒരാൾക്ക്, ഒരു സ്ത്രീക്ക് പരിക്കേൽക്കുന്നത്. ആ രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്ത്യ തിരിച്ചടിയും പ്രതിരോധവും ശക്തമാക്കുമ്പോൾ അതേസമയം തന്നെ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇതുവരെ എന്തെല്ലാം നിലപാടുകളാണ് ഇന്ത്യ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ മാധ്യമങ്ങളെ കാണുന്നത്.